സോ യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ ഇന്നസെൻ്റ് ഏട്ടന് പറ്റിയ ഒരു സെൻഡ് ഓഫ് അല്ലെങ്കിൽ ഒരു വാം സെൻഡ് ഓഫ് ആണ് ഈ ഒരു സിനിമ ഫിലിപ്സ് എന്ന് പറയുന്നത്. എന്ത് രസമായിട്ട് എടുത്തിരിക്കണമെന്നറിയാം. ചെറിയൊരു കുടുംബത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ് പടം ഒട്ടണകൾ പറയുന്നത്. ഇന്നസെൻറ്റിൻ്റെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ആൾക്ക് എന്താ പറയുക, എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ടോ അല്ലെങ്കിൽ വാർദ്ധക്യമായിട്ടോ അസുഖമുള്ള വ്യക്തിയായിട്ടോ അല്ല ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അങ്ങനെ ഉള്ളതായിട്ട് തോന്നത്തും കൂടിയില്ല. നല്ല രീതിയിൽ ഡയലോഗ് ഡെലിവറിയാണ്. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇമോഷണലാണ്. ഇങ്ങനെ കരഞ്ഞു പോകും എന്നുവെച്ചാൽ ബോറടിക്കുന്നതാണോ അല്ല, എന്നാൽ അർത്ഥവർത്ഥമായ ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആ ഒരു ക്യാരക്ടർ മണിയങ്കൾ എന്ന് പറയുന്ന ആ ക്യാരക്ടർ സംസാരിക്കുന്നത്. മണിയങ്കൾ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇന്നസെൻ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. മുകേഷ് ഹാൻഡിൽ ചെയ്യുന്ന ക്യാരക്ടറാണ് ഫിലിപ്സ്. ഫിലിപ്സിന് ഏറെക്കുറെ എന്താ പറയുക, മാനസാന്തരം വരുന്നതും അല്ലെങ്കിൽ തനിക്ക് എന്താ പറയുക ഒരു എന്താ പറയുക വെളിച്ചത്തേക്ക്, തൻ്റെ വ്യക്തിത്വത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതും മനസ്സിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതും മണിയേട്ടൻ്റെ ചില അർത്ഥവത്തായ ഡയലോഗ്സാണ്. അതിലൊന്നാണ് ഒരു കുപ്പായത്തിൻ്റെ ഒരു ഉപമ പറയുന്നത്. തണുക്കുമ്പോൾ ആണല്ലോ നമുക്കൊരു കുപ്പായത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട് ക്ലൈമാക്സോട് ചേർന്നിട്ട്. കരഞ്ഞു പോവും. ഫസ്റ്റ് ഹാഫ് മൊത്തം കാണിക്കുന്ന ആ കുടുംബത്തിലെ ഒരു ചെറിയ ചെറിയ അടക്കങ്ങളും പണക്കങ്ങളും തമാശകളൊക്കെ ആണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഒരു അപകടം സംഭവിക്കുന്നു ഫിലിപ്സിൻ്റെ കുടുംബത്തിലെ ചെറിയ മകൾക്ക്. എന്നിട്ട് പിന്നെ അവരത് തരണം ചെയ്ത് പോകുന്ന രീതി ആണ് സിനിമ സംസാരിക്കുക. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള പടത്തിന്, ആൻഡ് ദാറ്റ്സ് ഇനഫ്. കൂടുതലായി കഴിഞ്ഞാൽ ബോറായനെ തന്നെയാണ് പ്രോപ്പർ എൻഡിങ് പടത്തിന് കൊടുക്കാനുള്ളത്. ആൻഡ് ഒരു തരം സോഷ്യൽ മെസ്സേജ് ഈ പടം ഉളവാക്കുന്നുണ്ട്. ഫാമിലീസ് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. എപ്പോഴും എന്താ പറയുക, എന്താ പറയുക, എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ഷൈനിങ് എന്ന് പറയത്തില്ല. ഒരു സിൽവർ ഷൈനിങ് എപ്പോഴും കാണാനോ ശ്രദ്ധിക്കാനോ ഉള്ള ഒരു വ്യഗ്രത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അങ്ങനെ ചില മെസ്സേജുകളൊക്കെ തരുന്നുണ്ട് ഈ ഒരു സിനിമ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇറ്റ്സ് ടോട്ടലി വർത്ത് ഇറ്റ്. ആൻഡ് എനിക്ക് ഏറെക്കുറെ ഞെട്ടൽ അല്ലെങ്കിൽ എന്താ പറയുക തിരുത്തൽ വേണ്ടി വന്നിരുന്നു. കാരണം ട്രെയിലർ ഞാൻ കണ്ടപ്പോഴും ഇതിൻ്റെ പ്രൊമോഷൻ മാർക്കറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോഴും ഭയങ്കര ആഘോഷമായ രീതിയിലാണ് കണ്ടത്. എന്താ പറയുക, ഒരു ഇടിവെട്ട് അല്ലെങ്കിൽ എന്താ പറയുക റോക്ക് ആൻഡ് റോൾ എന്ന രീതിയിലാണ് ഞാൻ പ്രതീക്ഷിച്ചത് സിനിമ അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. ബട്ട് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നല്ലൊരു ഇമോഷണൽ ഫാമിലി എൻ്റർടൈനർ സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് 100% റെക്കമെൻഡിങ് ഇറ്റ്. ഫാമിലിയും കൂടി കാണാൻ പറ്റിയ നല്ല ഒരു സിനിമ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സോഷ്യൽ മെസ്സേജുകൾ തരുന്നുണ്ട് ഈ ഒരു സിനിമ. സോ ഗൈസ്, തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ കൂടെ ഇരുന്നുള്ള ഓഡിയൻസിനൊപ്പം ചിരിക്കാനും കരയാനും കിട്ടുന്ന ഒരു സുഖം അത് വേറെ ഒന്ന് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നസെൻറ്റിൻ്റെ അവസാനത്തെ പടമാണെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ, ചിലപ്പോൾ വേറെ പടങ്ങളിൽ മുഖം കാണിച്ചിരിക്കാം. ബട്ട് ഇതിലൊരു ടോട്ടൽ റോൾ തന്നെ ആൾക്കുണ്ട്. ആൻഡ് ഹാറ്റ്സ് ഓഫ്. അങ്ങനത്തെ ഒരു നല്ല നടൻ പോയപ്പോൾ ഒരു ചെറിയ വിഷമം ഉള്ളിൽ തരത്തിയത് നല്ല വിഷമം തന്നെ ഉള്ളിലുണ്ട്. ബട്ട് എനിവേ, ഈ ഒരു സിനിമ തന്നെ ഒരു വാം സെൻഡ് ഓഫ് ആണ് കക്ഷിക്ക് കൊടുത്തിരിക്കുന്നത്. സോ ഹാറ്റ്സ് ഓഫ് ടു ദി എൻറ്റയർ ടീം. ആൻഡ് ഇങ്ങനത്തെ പ്രൊജക്റ്റുകൾ ഇനിയും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഗൈസ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഡു വാച്ച് ദിസ് മൂവി and stay tuned for more. I'll be coming back with more movie reviews. Till off, don't forget to enjoy your life, guys.